രാജ്യത്തെ നടുക്കിയ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം. ടൂറിസ്റ്റുകൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ 26 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു മലയാളിയും. എറണാകുളം സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. ലഷ്കർ ഇ തൊയ്ബയുടെ പ്രാദേശിക വിഭാഗമായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പഹൽഗാമിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചു. പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി നാളെ ഇന്ത്യയിലെത്തും. കേരളത്തിൽ നിന്നും പോയ MLA മാർ സുരക്ഷിതരാണെന്ന് M മുകേഷും T സിദ്ദിഖും ന്യൂസ് മലയാളത്തോട്. എയർപോർട്ടിൽ നിന്ന് വരുന്ന ആ വഴി ഒക്കെ ഭയങ്കര സെക്യൂരിറ്റിയും ബന്ദോബസ്തും ഒരു എന്താ പറയുന്ന ഒരു യുദ്ധത്തിന്റെ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഫുൾ പട്ടാളക്കാരും പോലീസുകാരും വലിയ പിന്നെ ഗൺസും അതും ഇതൊക്കെ വെച്ചിട്ട് നമ്മളും ഒരു സെക്യൂരിറ്റിയിലാണല്ലോ വരുന്നത് MLA-മാരായത്. അപ്പം പക്ഷെ അവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്ഥലം എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇത്രയും വലിയൊരു ദുരന്തമാണെന്നുള്ളത് അപ്പോഴും അറിഞ്ഞൂടായിരുന്നു. പിന്നീട് ഞങ്ങള് MLA ഹൗസിൽ വരുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറിയപ്പോഴത്തേക്കാണ് ഇത്രയും പേര് മരിച്ചു, ഇത്രയും ഭീകരാന്തരീക്ഷമുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അതുപോലെ ഈ ഇവിടെ മുഴുക്ക മലയാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ സീസണാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാശ്മീർ വരാനാണ്. ഞാൻ തന്നെ ഒരു 4-5 വലിയ സംഘങ്ങളെ കണ്ട് ഫ്ലൈറ്റിൽ തന്നെ മലയാളി സംഘങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും ശ്രീനഗറിലോട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് മലയാളികൾ ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു വലിയ ഒരു ഉത്കണ്ഠ ഞങ്ങൾക്കുണ്ടായിരുന്നു. 8:30 മണി വരെ മലയാളികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞൂടായിരുന്നു. ഇപ്പോഴാണ് ഒരു മലയാളി മരിച്ചു എന്നുള്ളത് ഞാൻ പിന്നെ പത്രമാധ്യമത്തിലൂടെ ഞാൻ അറിയുന്നത്. ചാനലിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. നമ്മൾ MLA-മാരൊക്കെ ഉള്ളത് ഏത് സ്ഥലത്താണ്? എല്ലാരും ശ്രീനഗർ MLA ഹോസ്റ്റലിലാണ്. ഇവിടുത്തെ MLA അധിക സുരക്ഷ കിട്ടിയിട്ടുണ്ടോ അവിടെ? ഇപ്പോൾ പിന്നെ ഈ ഭാഗത്തേക്കൊന്നും ഒരു മനുഷ്യൻ വരില്ല. അങ്ങനെ ഇത്രയും വലിയ സുരക്ഷിതമാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് അറൗണ്ട് ഞങ്ങൾ എത്തുന്നത്. എത്തിയ ഉടനെ തന്നെ ഈ വാർത്തയാണ് ഞങ്ങൾ കേട്ടത്. ഈ വാർത്ത വളരെയധികം ഞെട്ടിക്കുന്നതും വേദന ഉണ്ടാക്കുന്നതുമാണ്. ഞങ്ങൾ അത് കഴിഞ്ഞ് 1-2 സ്ഥലങ്ങളിൽ പോകണമെന്ന് പറഞ്ഞപ്പോ ഇന്നത്തെ യാത്ര ഒരു കാരണവശാലും സേഫ് അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഹൈ സെക്യൂരിറ്റിയിൽ ഞങ്ങളിപ്പോ തന്നെ താമസ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുക. കാശ്മീരിലെ സ്ഥിതിഗതികൾ സാധാരണഗതിയിലാണ്. പക്ഷെ സുരക്ഷാ സേനയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യത്തിലാണ് ശ്രീനഗർ ഇപ്പോൾ ഉള്ളത്. രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് കാശ്മീരിലേക്ക് പോയതെന്നും കുടുംബമായി പോകുന്നതിൻ്റെ സന്തോഷമുണ്ടായിരുന്നെന്നും ഇന്ന് വൈകുന്നേരത്തോടുകൂടി വിയോഗ വാർത്ത കേൾക്കുകയായിരുന്നും വേദനാജനകമാണെന്നും കൗൺസിലർ പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക്. കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കുടുംബത്ത് ഒരു വേനലവധിക്ക് ഒരു വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനായിട്ട് കാശ്മീരിൽ ചെന്നിട്ടുണ്ടായ ഒരു അനുഭവം അവർക്കും അതുപോലെ ഒത്തിരി പേർക്ക് ആ അനുഭവം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. എന്തായാലും നമ്മൾക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? കുറച്ച് നാളായിട്ട് സമാധാനപരമായിട്ട് പോയിരുന്ന കാശ്മീർ താഴ്വര വീണ്ടും ഇങ്ങനെ ഒരു ഭീകരരുടെ പിടിയിലോട്ട് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട്. നമ്മളെല്ലാവരും ഭാരതീയരാണ്. നമുക്കെല്ലാവർക്കും അത് കേൾക്കുമ്പോൾ വിഷമമാണ്. സ്വതന്ത്രമായിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു പേടിയാണ് നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടായിട്ടുള്ളത്. എന്തായാലും ഗവൺമെൻറ് അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ആക്രമണ വാർത്തയുടെ വിശദ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണെന്ന് ഉച്ചയോടുകൂടി പുറത്തു വന്നത്. സമീപകാലത്തൊന്നും സംഭവിക്കാത്ത രീതിയിൽ അസാധാരണമായ ഒരു ആക്രമണം നടന്നിരിക്കുന്നു. അതിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അനൗദ്യോഗികമായ കണക്കനുസരിച്ച് 26 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. അതിലൊരു മലയാളിയും ഉൾപ്പെടുന്നുണ്ട്. എന്താണ് ജമ്മു കാശ്മീരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രി എപ്പോഴായിരിക്കും മടങ്ങിയെത്തുക? അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട മലയാളിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്?
ഗൗതം, വളരെ അസാധാരണമായൊരു ആക്രമണം, അസാധാരണമായ സംഭവത്തിനാണ് രാജ്യം സാക്ഷിയായത്. ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം ഒന്നായി ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം വളരെ അസാധാരണമാണ് കാര്യങ്ങൾ. നേരിട്ടൊരു സൈന്യവുമായി ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ സൈന്യത്തോട് നേർക്കുനേർ ഏറ്റുമുട്ടലോ ഒന്നും, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആക്രമണങ്ങൾ ഒന്നുമല്ല ഇത് സംഭവിച്ചിട്ടുള്ളത്. വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശത്തേക്ക് സായുധരായി സൈന്യത്തിൻ്റെ വേഷത്തിൽ, സൈനിക വേഷത്തിൽ തീവ്രവാദികൾ എത്തുന്നു. അവർ ഈ വിനോദസഞ്ചാരികളെ തോക്കിന് മുന്നിൽ നിർത്തുന്നു, ഗൺ പോയിന്റിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നു, പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് അവരെ ഷൂട്ട് ചെയ്യുന്നു. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ വളരെ വലിയ ഗുരുതരമായ കാര്യമാണ്. കാരണം വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ എല്ലാവരും ഈ വിനോദസഞ്ചാര മേഖലയിൽ സമയം ചെലവിടുന്നത്. ഉച്ച കഴിയുമ്പോൾ സ്വാഭാവികമായും അവിടുന്ന് ഓരോരോ ബാച്ചുകളായി പിന്മാറുന്നു. ഇപ്പോൾ മുകേഷ് MLA എല്ലാം പറഞ്ഞതുപോലെ വളരെയധികം മലയാളികൾ കൂടി ആ പ്രദേശത്തുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഒക്കെയുള്ള വിനോദസഞ്ചാരികൾ ഗ്രൂപ്പായി സംഘങ്ങളായി ചേർന്നാണ് അവിടെ എത്തിയിട്ടുള്ളത്. ആ രൂപത്തിൽ അവർ വളരെ സന്തോഷത്തോടെ ചെലവഴിക്കുന്നു. കുട്ടികളും സ്ത്രീകളും കുടുംബവും ഒക്കെ അടക്കമുള്ള വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് ഒരുപക്ഷെ ഈ പ്രദേശത്ത് ആളുകൾ എത്തിയിരുന്നത്. അവിടേക്കാണ് സായുധരായി സൈനിക വേഷത്തിൽ ഭീകരവാദികൾ എത്തുന്നത്. അങ്ങനെയാണ് സൈന്യം നമുക്ക് നൽകുന്ന വിവരം. അവരെത്തുന്നു, ഇവരെ പോയിന്റ് ബ്ലാങ്കിൽ ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഓരോരുത്തരെ ഏതാണ്ട് ആദ്യം നമ്മൾ ഈ വിവരം ഇന്ന് ഉച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത് സാധാരണഗതിയിൽ ഒരുപക്ഷെ കശ്മീരിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാകുന്നു, 1-2 പേർ കൊല്ലപ്പെടുന്നു. അതൊരു പക്ഷേ ദീർഘനാളായി ഇന്ത്യയിൽ വളരെ സാധാരണമായ സംഗതിയാണ്. സൈന്യത്തോട് നേർക്കുനേർ ഏറ്റുമുട്ടാതെ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന ഒരു പതിവും പിന്നീട് തീവ്രവാദികളെ സൈന്യം കീഴ്പ്പെടുത്തുന്ന ഒരു പതിവുമൊക്കെയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സായുധധാരികളായി സൈനിക വേഷത്തിൽ എത്തുന്നു, വിനോദസഞ്ചാരികൾ എത്തുന്നൊരു മേഖല. അത് മാത്രമല്ല, ഈ മേഖല തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണം കൂടി ഉണ്ടെന്നാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അവിടേക്ക് പെട്ടെന്ന് വാഹനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നൊരു പ്രദേശമല്ല, അത് ട്രക്കിംഗ് ഏരിയയാണ് ആ പ്രദേശം. ആ ട്രക്കിങ്ങിനായിട്ടാണ് ഒരുപക്ഷെ സഞ്ചാരികൾ എത്തുന്നത് ട്രക്കിങ്ങിനായിട്ടാണ്. അതാണ് അതിൻ്റെ കൗതുകവും ഈ തീവ്രവാദികൾ ഈ സ്ഥലം ആക്രമണത്തിനായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണവുമെന്നാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത്. ട്രക്കിങ്ങിനായിട്ട് എത്തുന്നത് കുതിരപ്പുറത്താണ്, അല്ലെങ്കിൽ നടന്നു തന്നെ എത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നേരിടുകയല്ലാതെ മരിച്ചു വീഴുകയല്ലാതെ ഒരു നിർവാഹവുമില്ല എന്ന സാഹചര്യത്തിലേക്കാണ് സഞ്ചാരികൾ എത്തിയത്, മനുഷ്യനെത്തിയത്. തീവ്രവാദികൾ അത്രത്തോളം സജ്ജരായിരുന്നു. അവർ 7ഓളം പേർ ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം നൽകിയ വിവരം. പിന്നീട് നമ്മൾ അറിയുന്നത് 4 പേരാണ്. എന്തായാലും 4 മുതൽ 7 വരെ ആളുകളാണ്, തീവ്രവാദികളാണ് അവിടെ ഇവരെ ഈ സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുന്ന ശേഷം അവർ അവിടെ നിന്ന് ഓടി മറയുന്നു, രക്ഷപ്പെടുന്നു. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രദേശവാസികൾ അടക്കമുള്ള ഒരു സഹായത്തോടു കൂടി ഈ വിനോദസഞ്ചാരികളെ അവിടെ നിന്ന് പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുന്നു, മരണപ്പെട്ടവരെ അവിടെ നിന്ന് ആശുപത്രികളിലേക്ക് മാറ്റുന്നു. ബേസ് ക്യാമ്പിലേക്ക് മാറ്റുമ്പോഴേക്കും ഏതാണ്ട് വൈകുന്നേരമായിരുന്നു. 6 മണിക്കാണ് ഈ വിവരം ദേശീയ മാധ്യമങ്ങൾ പോലും 1-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന വിവരം ദേശീയ മാധ്യമങ്ങൾ പോലും വൈകിട്ട് 6 മണി കഴിഞ്ഞാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ അതിനു മുൻപ് തന്നെ മരണസംഖ്യ കൂടുന്നു. പ്രാദേശികമായി കശ്മീർ മാധ്യമങ്ങൾ, പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതനുസരിച്ച് 20-ലധികം ആളുകൾ, നമ്മളും അങ്ങനെ തന്നെയാണ് ആദ്യം കൈകാര്യം ചെയ്തത്, 20-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് നമ്മളും 6 മണിയോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് മരണസംഖ്യ കൂടുന്നു എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് ഉദാഹരണം. ഏറ്റവും പ്രധാനമായിട്ടും അവിടെ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തി താഴെ ബേസ് ക്യാമ്പിൽ എത്തിക്കാനുള്ളൊരു സമയം, സാഹചര്യം, സൗകര്യം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ വിവരം ബേസ് ക്യാമ്പിലേക്ക് പരിക്കേറ്റവരെ എത്തിച്ചതിന് ശേഷം ബേസ് ക്യാമ്പിലുള്ള പോലീസും പട്രോളിംഗ് സംഘവും ഇതറിയുന്നു. അവിടെ നിന്നാണ് ഹെലികോപ്റ്റർ സംവിധാനം ബൈസാരൻ കുന്നിന് മുകളിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ബൈസാരൻ കുന്നിൽ നിന്ന് ഈ അപകടത്തിൽപ്പെട്ടവരെ, പരിക്കേറ്റവരെ, ആക്രമണത്തിൽ പരിക്കേറ്റവരെ, കൊല്ലപ്പെട്ടവരെയൊക്കെ താഴേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത്. പിന്നീടാണ് ഈ ഘട്ടത്തിൽ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീജി സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് തിരഞ്ഞെടുത്ത സ്ഥലം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ആ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതല്ലേ? കാരണം പ്രധാനമന്ത്രി സൗദി അറേബ്യയിലേക്ക് പോകുന്ന സാഹചര്യമാണ്. മറ്റൊന്ന് US-ൻ്റെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുന്നു. അമർനാഥ് ഉത്സവവുമായി ബന്ധപ്പെട്ട യാത്രയുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിൽ പലവിധ കാര്യങ്ങളും നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചുറപ്പിച്ച തരത്തിലേക്ക് വളരെ ആസൂത്രിതമായി തന്നെ ഇത് നടപ്പിലാക്കുന്നു. ഒപ്പം അതിന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബസ്രൺ എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ബൽഗാവ് എന്ന് പറയുന്ന സ്ഥലം പ്രത്യേകിച്ച് സഞ്ചാരികളെത്തുന്ന അധിക സുരക്ഷയില്ലാത്ത അല്ലെങ്കിൽ താരതമ്യേന സുരക്ഷ കുറഞ്ഞ കുറച്ചുകൂടി സഞ്ചാരികൾക്ക് പ്രാപ്യമായൊരു സ്ഥലമാണ്. ഒരുപക്ഷെ കാശ്മീരിൻ്റെ താഴ്വരകളിൽ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയ മുന്നൊരുക്കം നടന്നതായിട്ട് സംശയിക്കേണ്ടതില്ലേ? ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തീവ്രവാദ ആക്രമണത്തിൻ്റെ സ്വഭാവം അത് സിവിലിയന്മാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയല്ലേ കാണുന്നത്? നേരത്തെ തന്നെ ഈ പിൽഗ്രിമേജിന് പോയ ആളുകളുടെ ബസ്സിന് നേരെ ആക്രമണം നടക്കുന്നു, ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ നേരെ ആക്രമണം നടക്കുന്നു. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് ഈ ഭീകരവാദ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിന് സംഭവിക്കുന്നുണ്ടോ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാവുക.
തീർച്ചയായും അത് ഈ സംഘടനയും അക്കാര്യത്തിൽ വളരെ കുപ്രസിദ്ധമായ സംഘടനയാണ്. ലഷ്കർ തോയ്ബയുമായി ബന്ധമുണ്ടെങ്കിൽ പോലും സൈന്യവുമായി നേർക്കുനേർ ഏറ്റുമുട്ടാനോ അല്ലെങ്കിൽ ഒളിച്ചിരുന്ന സൈന്യത്തെ ആക്രമിക്കാനോ ഒന്നും മുതിരാതെ സാധാരണക്കാരെ, സഞ്ചാരികളെ ഒക്കെ ആക്രമിക്കുന്നതിൽ കുപ്രസിദ്ധി ആർജിച്ച സംഘടനയാണ് ഇപ്പോൾ ഈ ആക്രമണം ഏറ്റെടുത്തിട്ടുള്ള സംഘടന എന്ന് പറയുന്നത്. നമ്മൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. അതൊരു വശത്ത് തന്നെയാണ്. മറ്റൊരു വശം നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ ഈ ആക്രമണം ഇപ്പോൾ നടത്താനുള്ള സാഹചര്യം, ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇല്ലാത്തൊരു സാഹചര്യം, അത് അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ ദുർബലമാകുന്നു എന്ന് ഒരുപക്ഷെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വരുത്തിത്തീർക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടാകാം. മറ്റൊന്ന്, JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നു. അദ്ദേഹം കുടുംബസമേതമാണ് ഇന്ത്യയിലെത്തുന്നത്. അദ്ദേഹം എത്തുന്നത് വ്യാപാര വാണിജ്യ കരാറുകൾ ചർച്ചയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ചർച്ച നടത്താനാണെങ്കിൽ പോലും അദ്ദേഹം രാജസ്ഥാനിലെ ജയ്പൂരിലും ജയ്സാൽമീരിലും അടക്കം സന്ദർശനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഇന്ത്യയിൽ ഒരു ടൂറിസം, ഒരു സഞ്ചാരം ആ രൂപത്തിൽ പോലും നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബവുമൊക്കെ ഇന്നലെ ജയ്പൂരിലും ഇന്ന് രാവിലെയും ജയ്പൂരിലും ജയ്സാൽമീരിലും ഒക്കെ സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ രൂപത്തിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലെത്തുമ്പോൾ, അതും കുടുംബസമേതം കുട്ടികൾക്കൊപ്പം ഇന്ത്യയിലെത്തുമ്പോൾ, അവർക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇന്ത്യയുമായുള്ള ബന്ധം ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉപയോഗപ്പെടുത്താൻ തീവ്രവാദികൾ തയ്യാറായെങ്കിൽ അതിനെയും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആ രൂപത്തിലാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനമായി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സൗദി അറേബ്യയിലേക്ക് മോദി പോയിട്ടുള്ളത് ഉഭയകക്ഷി ചർച്ചകൾക്കും ഇന്ത്യയിലേക്ക് നിക്ഷേപം കൊണ്ടുവരുന്നത് ചർച്ച ചെയ്യുന്നതിനും കൂടിയാണ്. ആ രൂപത്തിൽ സൗദി അറേബ്യയുടെ നിക്ഷേപം ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്നു. ഇന്ത്യയിലെ ആഭ്യന്തര സുരക്ഷ ആശങ്കയിലാകുന്നു എന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് വരുത്തി തീർക്കാൻ ഒരുപക്ഷേ തീവ്രവാദ സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഈ സാഹചര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പലവിധ കാരണങ്ങൾ. അതോടൊപ്പം തന്നെ നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ ഒരു വലിയ തീർത്ഥാടന സീസൺ ആരംഭിക്കുകയാണ്. ടൂറിസം സീസൺ ആരംഭിക്കുന്നു, അതിനൊപ്പം തീർത്ഥാടന സീസൺ ആരംഭിക്കുന്നു. ഈ അമർനാഥ് തീർത്ഥാടനം ആരംഭിക്കുമ്പോൾ വലിയ രൂപത്തിൽ ഏതാണ്ട് 10,000-കണക്കിന് ആളുകളാണ് അമർനാഥിലേക്ക് ഒരേ സമയം യാത്ര ചെയ്യുന്നത്. അത് വലിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ട സാഹചര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ അമർനാഥുമായി ബന്ധപ്പെട്ട് തീർത്ഥാടന സമയത്ത് ചെറിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ ദിവസങ്ങളോളം തീർത്ഥാടനം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അത് തീർത്ഥാടനത്തെ മാത്രമല്ല, അത് ടൂറിസത്തെയും, ഇന്ത്യയുടെ ടൂറിസവും സാമ്പത്തികവുമായി ചേർന്ന് നിൽക്കുന്ന പല സാഹചര്യങ്ങളെയും അതില്ലാതാക്കുന്നുണ്ട്. അങ്ങനെ പല രൂപത്തിൽ ദുർബലപ്പെടുത്താനുള്ള ശ്രമം, അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിന് കൊടുത്താൽ പോലും ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനമായി ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ ആക്രമണം ഉണ്ടായപ്പോൾ അമിത്ഷായോട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് നേരിട്ട് അവിടേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നത്. അദ്ദേഹം വൈകുന്നേരത്തോട് തന്നെ അവിടെ എത്തുന്നു, അവിടെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയത് ഈ പഹൽഗാം പോലെ, ബൈസാരൻ കുന്ന് പോലൊരു മേഖലയിൽ ആഭ്യന്തര സഞ്ചാരികൾ കൂടുതൽ എത്തുന്ന ഒരു പ്രദേശത്ത് ആക്രമണം നടത്താൻ തിരഞ്ഞെടുത്ത പദ്ധതിയാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയം. ആ പദ്ധതിയുടെ ഭാഗമായാണ് അതാണ് ഇവിടെ 30 പേരിലേക്ക് അല്ലെങ്കിൽ 26 പേരുടെ മരണത്തിലേക്ക്, കൊലപാതകത്തിലേക്ക്, കൂട്ടക്കൊലയിലേക്ക്, ഗൺ പോയിന്റിൽ സഞ്ചാരികളെ നിർത്തി കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു സാഹചര്യമാണ്, അസാധാരണമായ സന്ദർഭമാണ്. എന്തായാലും നഷ്ടപ്പെട്ടത് നമ്മുടെ ആളുകളെയാണ്, തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് നമ്മുടെ ആളുകളെയാണ്. വലിയ സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി അത് മറികടക്കാനുള്ള ശ്രമമായിരിക്കും ഒരുപക്ഷെ രാജ്യം ശ്രമിക്കുക. ശരി, എന്തായാലും ഭീകരാക്രമണത്തിനെതിരെയുള്ള ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് ഒന്നടങ്കം ഇന്ത്യ ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ നേതാക്കളും ഈ കാര്യത്തിൽ സർക്കാരിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ രാജ്യാന്തര തലത്തിൽ രാഷ്ട്ര തലവന്മാർ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയാണ്. അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള ആളുകൾ, ഇസ്രായേലും അർജന്റീനയും, അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിന് ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഒരുമിച്ച് നിൽക്കാമെന്നുള്ള വാഗ്ദാനം നൽകുകയാണ് ട്രംപും വ്ളാദിമിർ പുടിനും ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. ഒപ്പം തന്നെ ആഭ്യന്തരമായി രാഷ്ട്രീയ പാർട്ടികൾ കക്ഷിഭേദമന്യേ ഈ നടപടിക്ക് സിവിലിയൻസിനെതിരെ ഉണ്ടായിട്ടുള്ള, സഞ്ചാരികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള, പൗരന്മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള പൈശാചികമായ ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി, അതേ നാണയത്തിലുള്ള തിരിച്ചടി നൽകണമെന്ന ആവശ്യം ശക്തമാക്കുന്നു. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി നാളെ പ്രധാനമന്ത്രി തിരിച്ച് രാജ്യത്തെത്തും. ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനോടകം തന്നെ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. എന്തായാലും കാശ്മീരിൽ
താഴ്വരയിൽ കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായ നടപടിയിലേക്ക് രാജ്യം കടക്കുന്ന മണിക്കൂറുകൾക്കാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ഉണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാകണം. ഒപ്പം സുരക്ഷിതമായി അതിജീവിച്ചവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ മറുവശത്ത് പുരോഗമിക്കുന്നുണ്ട്. മലയാളിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. മലയാളികൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, മലയാളികൾ ഉണ്ടെങ്കിൽ അവരെ കൂടി നാട്ടിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നു. കേരള ഹൗസ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഇപ്പോൾ അനന്ത്നാഗിലും ബൽഗാവിലും ഒപ്പം ബൈസരണിലും ഉൾപ്പെടെ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ തെരച്ചിലും പുരോഗമിക്കുകയാണ്. ഭീകരരെ ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ല, ഭീകരരുടെ പദ്ധതി നടപ്പാക്കില്ല എന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് ഉറപ്പിക്കുന്നുണ്ട്.